നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നീ കരയുമ്പോൾ എന്ത് നടക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരോടും പറയാതെ ശബ്ദമില്ലാതെ കണ്ണീർ തുടച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിന്നിട്ടുള്ളവർക്കായിട്ടാണ് ഈ വീഡിയോ. പലരും കരുതുന്നത് കരയുന്നത് ഒരു ബലഹീനതയാണെന്നാണ്. എന്നാൽ കരച്ചിൽ എന്നത് ജീവനുള്ള ഹൃദയത്തിൻ്റെ അടയാളമാണെന്നാണ് നമ്മൾ വ്യക്തമാക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും മകൻ്റെ വിയോഗത്തിലും ഉമ്മത്തിൻ്റെ അവസ്ഥയോർത്തും കരഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ അള്ളാഹു നമ്മെ കാണുന്നുണ്ടോ എന്ന് സംശയിക്കാറുണ്ട്. എന്നാൽ നാം കരയുന്ന ആ നിമിഷങ്ങളാണ് അള്ളാഹു നമ്മോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം. എൻ്റെ ദാസന്മാർ എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാകുന്നു എന്ന ഖുർആൻ വചനം നമ്മൾക്ക് തെളിവായിട്ട് പറയുന്നുണ്ട്. ഒരു മൺപാത്രം പൊട്ടുമ്പോൾ അതിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ ഹൃദയം തകരുമ്പോഴാണ് അള്ളാഹുവിൻ്റെ പ്രകാശം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. വേദന എന്നത് ശിക്ഷയല്ല, മറിച്ച് അത് നമ്മെ കൂടുതൽ ശക്തരാക്കാനും വിനയാതീതരാക്കാനുമുള്ള ഒരു തയ്യാറെടുപ്പാണ്. വിശ്വാസിയെ സ്പർശിക്കുന്ന ഓരോ വേദനയും അവൻ്റെ പാപങ്ങൾ മാഞ്ഞു പോകാൻ കാരണമാകുന്നു. കരയുമ്പോൾ ഹൃദയം മൃദുവാകുകയും അത് തൗബയിലേക്ക് വാതിൽ തുറക്കുകയും ചെയ്യുന്നു. നമുക്ക് വാക്കുകൾ കിട്ടാതെ വരുമ്പോൾ നമ്മുടെ കണ്ണീർ അള്ളാഹുവിനോടുള്ള ഒരു ദുആ ആയി മാറുന്നു. അള്ളാഹു ഹൃദയത്തിൻ്റെ നാദം അറിയുന്നവനായതുകൊണ്ട് നിശബ്ദമായ കരച്ചിൽ പോലും അവൻ കേൾക്കുന്നു. അള്ളാഹു നമ്മോട് അടുത്തവനാണ് എന്ന് പറയുമ്പോൾ അത് ദൂരത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അവൻ്റെ കരുണ, ശ്രദ്ധ, സഹായം എന്നിവയിലൂടെയാണ് അവൻ നമ്മോട് അടുക്കുന്നത്. സന്തോഷ സമയങ്ങൾ മനുഷ്യൻ പലപ്പോഴും അള്ളാഹുവിനെ മറന്നു പോകാറുണ്ട്. എന്നാൽ ആ സങ്കടം വരുമ്പോൾ ഹൃദയം തകരുകയും അഹങ്കാരം ഇല്ലാതാവുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിലാണ് ഹൃദയം അള്ളാഹുവിലേക്ക് യഥാർത്ഥത്തിൽ തുറക്കപ്പെടുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാൻ വാക്കുകൾ കിട്ടാതെ വരുമ്പോൾ, നെഞ്ച് പിടയുമ്പോൾ, ശ്വാസം മുട്ടുമ്പോൾ ഒഴുകുന്ന കണ്ണീർ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയൊരു പ്രാർത്ഥനയാണ്. വാക്കുകളേക്കാൾ ഹൃദയത്തിൻ്റെ സത്യസന്ധതയാണ് അള്ളാഹുവിനെ നോക്കുന്നത്. എൻ്റെ ദാസൻ നടന്നു വന്നാൽ ഞാൻ ഓടിവരും എന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനം സങ്കടപ്പെട്ട് നിൽക്കുന്നവർക്ക് വലിയ ആശ്വാസമാണ്. നമ്മുടെ ഹൃദയം അസൂയ, അഹങ്കാരം, പാപങ്ങൾ എന്നിവ കൊണ്ട് കഠിനമാകാറുണ്ട്. വേദന അനുഭവിക്കുമ്പോൾ ഈ കടുപ്പമേറിയ ഹൃദയം പിളരുകയും അള്ളാഹുവിൻ്റെ പ്രകാശം ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഒരു പൊട്ടിയ മൺപാത്രത്തിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ തകർന്ന ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ കരുണ ഒഴുകിയെത്തുന്നത്. ഒരു വിശ്വാസിയെ ബാധിക്കുന്ന ഏതൊരു ദുഃഖവും രോഗവും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കരയുമ്പോൾ ഹൃദയം മൃദുവാകുന്നു. ഈ മൃദുവായ ഹൃദയത്തിൽ പാപങ്ങൾ നിലനിൽക്കാൻ കഴിയില്ല. അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണിനെ നരകം സ്പർശിക്കില്ലെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന ഈ വേദന ഒരു ശിക്ഷയല്ല, മറിച്ച് നിങ്ങളെ മാറ്റാനോ വളർത്താനോ ഉള്ള ഒരു തയ്യാറെടുപ്പാണ്. മഴ പെയ്യുമ്പോൾ മണ്ണ് ചെളിയാകുന്നത് വിത്ത് മുളയ്ക്കാനാണെന്ന ഉദാഹരണം ഇതിനായി നമുക്ക് കാണാം. സങ്കടങ്ങളിൽ തളരാതെ ആ കണ്ണീർ അള്ളാഹുവിനോടുള്ള അടുപ്പമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇരുളടഞ്ഞ നിശബ്ദതയിലും അള്ളാഹു നമ്മെ കേൾക്കുന്നുണ്ട് എന്ന വലിയ സത്യമാണ് നമുക്ക് ആശ്വാസം. നിങ്ങളുടെ കണ്ണീർ ആരും കാണുന്നില്ലെന്നും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നില്ലെന്നും ഒരിക്കലും കരുതരുത്. നിങ്ങൾ തകർന്നിരിക്കുന്ന ആ നിമിഷം നിങ്ങൾ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന നിമിഷമാണ്. ആ വേദന നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും നിങ്ങളെ ശുദ്ധീകരിക്കാനുമുള്ള ഒരു നിമിത്തം മാത്രമാണ്. മഴ പെയ്യുമ്പോൾ മണ്ണ് ചെളിയാകുന്നത് അതിനുള്ളിലെ വിത്ത് മുളയ്ക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സങ്കടം വരുമ്പോൾ അത് അള്ളാഹുവിനോട് സംസാരമായിട്ട് മാറ്റാം. അവൻ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. അവൻ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ കാത്തിരിക്കുകയാണ്. ഈ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ഹൃദയത്തിന് വലിയ ശാന്തി നൽകും.
അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യട്ടെ. ആമീൻ.